നമ്മൾ ശാസ്ത്രം വായിക്കുന്നത് ബാക്കിയുള്ളവർക്ക് ഓതിക്കൊടുക്കാനല്ല, അവനവന് സാക്ഷാത്കരിക്കാനാണ്. അതിൻ്റെ മഹിമ സ്വയം അനുഭവിക്കാനാ. ആ മഹിമയെ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല അവശേഷിക്കുന്നതായിട്ട്. തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. ആ പരമപ്രകാശം അവിടെ ഉള്ളപ്പോഴേ ഈ കാണുന്ന സൂര്യചന്ദ്രാദികൾക്കൊക്കെ പ്രകാശമുള്ളൂ, മിന്നാമിനുങ്ങടക്കം. ആ പ്രകാശമോ തൻ്റെ ഉള്ളിലാണ്, അത് വിദൂരത്തിലല്ല, സമീപസ്ഥമാണ്. അത് മാറ്ററല്ല, അത് എനർജിയല്ല, ദ്രവ്യവും ഊർജവുമല്ല. അതുകൊണ്ട് ദ്രവ്യോർജമയമായ ഈ പ്രപഞ്ചത്തിന് മുഴുവനും നിങ്ങൾക്ക് വിട്ടുകളയാം. അവനവൻ്റെ ഉള്ളിൽ ബോധസ്വരൂപം, ബോധാത്മകമായിരിക്കുന്ന ആ ഞാൻ എന്ന് പറയുന്ന ഉറവിടമുണ്ടല്ലോ, സ്രോതസ്, അവിടേക്ക് അങ്ങോട്ട് പോയാൽ മതി. ബാക്കിയുള്ളതൊക്കെ വിട്ടുകളയാം. ഗ്രന്ഥമഭ്യസ്യ മേധാവി ജ്ഞാനവിജ്ഞാന തത്പരഃ ഫലാലമിവ ധാന്യാർത്ഥി ത്യജേത് ഗ്രന്ഥം അശേഷതഃ. നിങ്ങൾക്ക് എവിടെ കാണും ഇങ്ങനെയുള്ള പ്രസ്താവനകൾ? ഈ ഹിന്ദുമത ഗ്രന്ഥങ്ങളിൽ മാത്രമേ കാണുള്ളൂ. എന്താ കാരണം? ഇത് എഴുതിയവരൊക്കെ ഈ സത്യം അനുഭവിച്ച് ആ അനുഭവത്തിൽ വിഹരിച്ചുകൊണ്ടിരുന്നവരാ. അതാണല്ലോ ഇന്നും ഇവിടെ സന്യാസിമാരുണ്ടല്ലോ, എത്രയോ പേരുണ്ടല്ലോ സഞ്ചരിച്ചുകൊണ്ട് കാലം കഴിഞ്ഞു കൂടുന്നവർ. എന്താ? അവർക്ക് കല്യാണം കഴിക്കാൻ അവർ പുരുഷനോ സ്ത്രീയോ ആയിരുന്നല്ലോ, ഒക്കെ വേണ്ടാന്ന് തോന്നി സഞ്ചരിച്ച് ആശ്രമങ്ങളിൽ ജീവിച്ച് തപോവ്രതന്മാരായി കഴിഞ്ഞുകൂടുക. നമ്മുടെ ശാസ്ത്രങ്ങൾക്ക് വളരെയധികം പാരമ്യതയുണ്ട്, ദിവ്യത്വമുണ്ട്. പക്ഷെ നമ്മുടെ ശാസ്ത്രങ്ങൾ അനവധി തലങ്ങളിലും അനവധി ശാഖകളുമായിട്ടാണ്. അത് എല്ലാറ്റിനെയും കൂടി ക്രോഡീകരിച്ചെടുത്ത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അവിടെയാണ് മനുഷ്യന് വിവേകം വേണ്ടത്. വിവേകം മാത്രം പോരാ, തപസ്സും അനുഷ്ഠാനവും അതെല്ലാം ഉണ്ടെങ്കിലേ ഇത് നടക്കുള്ളൂ. വെറും ബുദ്ധിയുടെ ബലം കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ആരും വിചാരിക്കേണ്ട. മനസ്സിൻ്റെ ശുദ്ധി, ബുദ്ധിക്ക് പവിത്രത, ഇത് രണ്ടും ഉണ്ടെങ്കിലേ നമ്മുടെ ശാസ്ത്രങ്ങൾ ശരിക്ക് തൊലിയുരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ ശാസ്ത്രങ്ങൾ ഇങ്ങനെ തുറന്ന് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ വിജ്ഞാനം, വളരെ വിശദമായ ഒരു വിജ്ഞാനമായിരിക്കുന്നത്. ഒരു നെല്ല് കൃഷി ചെയ്യുന്നവൻ ആ മണിയെടുത്ത് ബാക്കി എല്ലാറ്റിനെയും കളയുന്നത് പോലെ ഈ ശാസ്ത്രങ്ങളിലുള്ള മണി ഇങ്ങോട്ട് എടുത്ത് ബാക്കി എല്ലാം കളയണം എന്നാണ് പറയണത്. ഈ മണി എന്ന് പറയണത് എന്താ? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്ന അനശ്വരമായിരിക്കുന്ന ഉൾസത്ത. അതൊഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഇവിടെ കളയാനുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മരിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കൊണ്ടുപോകും? നിറഞ്ഞ ഒരു കുടുംബത്തിൽ ആ കുടുംബാധിപൻ മരിച്ചു പോകുമ്പോൾ ബാക്കി എല്ലാവരും കൂടെ വരുമോ? വരില്ലല്ലോ. സ്വത്ത് വല്ലതും കൂടെ വരുമോ? എല്ലാം നമ്മളിവിടെ വിട്ടുപോവാണ്. അപ്പം ആ ഉള്ളിലുള്ള ഒരു പൊരുൾ മാത്രമേ നിങ്ങൾക്ക് കിട്ടാനുള്ളതുള്ളൂ. ത്യജേത് ഗ്രന്ഥം അശേഷത എന്ന് പറയുമ്പോൾ അതിന് എത്ര വലിയ അർത്ഥം. ഞാൻ സന്യാസത്തിന് മുൻപ് കൽക്കട്ടയിൽ ഇരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഈ ഉപനിഷത്ത് വായിച്ച് മനസ്സിലാക്കിയത്. എന്തുമാത്രം എൻ്റെ മനസ്സിലുണ്ടായ ആ മംഗളഭാവം. ഓഹോ, ഇതാണോ നമ്മുടെ ശാസ്ത്രം? ഇതാണോ ജീവിത ലക്ഷ്യം? ഇങ്ങനെയാണോ ഇതിനെ സമീപിക്കേണ്ടത്? മനുഷ്യന് അവസാനം കിട്ടാനുള്ളത് മുഴുവൻ തൻ്റെ ഉള്ളിലാണെന്നോ? ഇങ്ങനെയുള്ള തോന്നലാണ് എനിക്കുണ്ടായത്. അപ്പം ആ ശാസ്ത്രവാക്യങ്ങളോട് വലിയൊരു മതിപ്പ് വേണം. ഭക്തിഭാഷയിൽ പറയുന്നതും ഇത് തന്നെയാണ്. ന പാരമേഷ്ഠ്യം ന മഹേന്ദ്രധിഷ്ണ്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധീ അപുനർഭവം വാ മയ്യ അർപ്പിതാത്മേച്ഛതി മദ്വിനാന്യത്. ഭക്തി എന്നുള്ള പേരിൽ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ചെയ്യാനുള്ളത്? എത്ര കൊട്ട പൂവ് നമ്മൾ ഉപയോഗിക്കുന്നു, എത്ര പാൽപ്പായസം വെച്ച് നൈവേദിക്കുന്നു, എത്ര പഞ്ചാമൃതമാണ് നമ്മൾ നൈവേദിക്കുന്നത്. ഭക്തിയുടെ പേരിൽ ചെയ്യാത്തതുണ്ടോ? ലക്ഷദ്വീപം, കോടി ദീപം, എന്തൊക്കെയാ അവിടെ. ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഭഗവാനും ഭക്തിയും എന്താണ് പറയുന്നത്? ആ ഈശ്വരനോടുള്ള സ്നേഹം, ഈശ്വരനോടുള്ള ആശ്രയം, ഈശ്വരനിലുള്ള വിശ്വാസം, അദ്ദേഹം സർവരക്ഷകനാണ് എന്നുള്ള ബോധ്യം. ഇങ്ങനെ ഞാൻ സ്നേഹം എന്ന് പറഞ്ഞാലും ഭക്തി എന്ന് പറഞ്ഞാലും വിശ്വാസം എന്ന് പറഞ്ഞാലും ബോധ്യം എന്ന് പറഞ്ഞാലും ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ മനസ്സിൻ്റെ എപ്പിത്തറ്റ്സാണ്, മനസ്സിൻ്റെ ഗുണമൂല്യങ്ങളാണ്. അപ്പോൾ ഈശ്വരൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യുന്നതും മനസ്സിനെ അലങ്കരിക്കാനും ധന്യമാക്കാനുമാണ്. വിശ്വാസം നമ്മുടെ മനസ്സിൻ്റെയാണ്, ഈശ്വരൻ്റെ വിശ്വാസമല്ല. ഈശ്വരനോടുള്ള സ്നേഹം നമ്മുടെ മനസ്സിലുള്ള സ്നേഹമാണ്, ഈശ്വരനോടാണ് സ്നേഹം. നിങ്ങൾ എന്ത് ഭാഷ വേണമെങ്കിൽ പറഞ്ഞോളൂ, അത് നമ്മുടെ ഹൃദയത്തിലാണ് ഇതിൻ്റെ പിടിപ്പ്.
അതിലിവിടെ പറയാണ്, മൈ അർപ്പിതാത്മാ, മനസ്സും ബുദ്ധിയും എന്നിൽ പൂർണ്ണമായി അർപ്പിക്കപ്പെട്ടാൽ, മദ്വിന അന്യത്, ഞാൻ ഒഴികെ ഒന്നും ആ ഭക്തൻ ആവശ്യപ്പെടുന്നില്ല. ഞാനോ എല്ലായിടത്തും അതിസൂക്ഷ്മമായി പരിലസിക്കുന്ന ആ പ്രകാശമാണ്, സാന്നിധ്യമാണ്. അങ്ങനെ ഒന്ന് കിട്ടാനോ പിടിക്കാനോ ഗ്രഹിക്കാനോ അടുത്തു പോകാനോ ഇല്ല. അതിനെ മനസ്സിലാക്കി ഉണർന്ന് നുണയെ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ന പാരമേഷ്ട്യം ന മഹേന്ദ്രധിഷ്ണ്യം ന സാർവഭൗമം ന രസാധിപത്യം. എന്തൊക്കെയാ അവിടെ നാ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഒക്കെ നിഷേധ. ന പാരമേഷ്ട്യം, ആ ആൾക്ക് വേദങ്ങളൊക്കെ പറയുന്ന ഈ പരമേഷ്ഠിയുടെ സ്ഥാനം ബ്രഹ്മലോകത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ന മഹേന്ദ്രധിഷ്ണ്യം, ഇന്ദ്രലോകത്ത് ചെന്ന് ഇന്ദ്രന്റെ കൂടെ ഇരിക്കുക ഇന്ദ്രപദം കയ്യിലാക്കുകയോ വേണോ, അതും വേണ്ട. ന സാർവഭൗമം, ലോകത്തിൽ വലിയൊരു ചക്രവർത്തിയാകണം എന്നുള്ള വിചാരമുണ്ടോ, അതുമില്ല. ന രസാധിപത്യം, പാതാള ലോകത്തിലുള്ള ആധിപത്യം വേണോ, അതും വേണ്ട. ന യോഗസിദ്ധി, ഇതൊന്നുമല്ലാതെ ശ്രീമദ് ഭാഗവതത്തിൽ മുക്തിസ്കന്ധത്തിൽ കൃഷ്ണൻ തന്നെ വിവരിക്കുന്ന അനവധി യോഗസിദ്ധികളുണ്ട്. അണിമ മഹിമ ഗരിമ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ധ്യാനരൂപത്തിൽ കൈക്കലാക്കാനുള്ള വിവിധ ശക്തിവിശേഷങ്ങളാണ്. അത് വല്ലതും അയാൾക്ക് വേണമെന്ന് തോന്നണോ, ഇല്ല. അപുനർഭവം വാ, ഇനി രണ്ടാമത് ജനിക്കരുത് എന്നൊരു തോന്നലുണ്ടോ, അതുമില്ല. പിന്നെ എന്താ, മൈ അർപ്പിതാത്മേച്ഛതി മദ്വിനാന്യത്, എന്നോടുകൂടി പൂർണ്ണമായി കെട്ടിയിടപ്പെട്ട മനസ്സോടുകൂടിയവൻ ഞാനല്ലാതെ ഒന്നും അഭിലഷിക്കുന്നില്ല. അപ്പൊ എവിടെ പോയി ഭക്തിയുടെ ആലഭാരങ്ങൾ മുഴുവനും? ഭക്തിയുടെ പേരിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നത്? എത്ര നിറപറ വയ്ക്കണു, എത്ര തുലാഭാരങ്ങൾ നടത്തുന്നു. എൻ്റെ അപ്പോ ശയനപ്രദക്ഷിണം, പോക്ക് വരവ്, എന്തൊക്കെയാ, പൂമൂടല്, മുട്ടറക്കല്, എന്തൊക്കെയാ നമ്മൾ നടത്തുന്നത്? വാസ്തവത്തിൽ ഇതൊക്കെയാണോ നമുക്ക് ആവശ്യം? ഈശ്വരൻ മാത്രമേ വേണ്ടൂ, വേറെ ഒന്നും ആവശ്യമില്ല. ഈ ശ്ലോകം വളരെ പ്രധാനമാണ്. നിങ്ങളെല്ലാവരും ഇത് ധാരാളം തവണ ചൊല്ലേണ്ടതാ. ന പാരമേഷ്ട്യം ന മഹേന്ദ്രധിഷ്ണ്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധീ അപുനർഭവം വാ മയ്യർപ്പിത ആത്മേച്ഛതി മദ്വിനാന്യത്. ഇത് ചൊല്ലൂ ഒരു 100-200 തവണ. ഇന്ദിര എന്ന് പറഞ്ഞ് ഒരു ഇന്ദിര രാജ ബാംഗ്ലൂരിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ടെലിഫോൺ ചെയ്യും. ഇന്നാൾ ടെലിഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ പേരക്കുട്ടി നാളെ പരീക്ഷയ്ക്ക് പോവാണ്, സ്വാമിജി 2 വാക്ക് സംസാരിച്ചൊന്ന് അനുഗ്രഹിക്കണമെന്ന്. അതിൻ്റെ ഇടയിൽ അവർ പറയായിരുന്നു, സ്വാമിജി പറയണ ശ്ലോകം മുഴുവനും ഞാൻ കേൾക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, അതെല്ലാം ഞാൻ പ്രയോഗിക്കുന്നുണ്ട്. ഓരോ സമയത്തും അത് ഓർമ്മ വരണു. അത് എൻ്റെ മനസ്സിലും ബുദ്ധിയിലും പ്രയോഗിച്ച് ഞാൻ പരമാനന്ദ ഭരിതയാന്നാണ് പറയണവർ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒരാളെങ്കിലും ഉണ്ടല്ലോ അങ്ങനെ പറയാൻ. ഈ ശ്ലോകം എന്ന് പറഞ്ഞാൽ എന്താ? ശോകമില്ലാതെയാക്കി തീർക്കുന്നതാണ് ശ്ലോകം. ഇപ്പം ഈ സാഹിത്യം മുഴുവനും ഗദ്യസാഹിത്യത്തിൽ എഴുതിയാൽ ഒരെണ്ണം പോലും ഈ ഭൂമാനന്ദ സ്വാമിജി പറയാൻ കൂട്ടാക്കിയിട്ടുണ്ടാവില്ല, സാധിക്കൂല, കേൾക്കാനും കൊള്ളില്ല. അത് കാവ്യമായതുകൊണ്ടാണ് നമുക്കത് ഓർമ്മ വയ്ക്കാൻ സാധിക്കുന്നത്. അതിന് വിശേഷപ്പെട്ട ഒരു ആനന്ദകരത്വമുണ്ടതിന്. ഞാൻ ചില കാര്യങ്ങൾ പറയാം, ശ്രദ്ധിച്ചോളൂ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങളെ മുഴുവനും അവസാനം മനസ്സിലും ബുദ്ധിയിലും ബന്ധപ്പെടുത്തി പതിപ്പിച്ച് പറയുന്ന ഭാഗങ്ങളാണിത്. സന്തുഷ്ടി പരമം ധനം, ഏറ്റവും വലിയ ധനം, സമ്പത്ത്, വിഭവം എന്താ? സന്തുഷ്ടി. ഒന്ന് പറയും കേൾക്കട്ടെ ഞാൻ. സന്തുഷ്ടി, സന്തോഷം. ഇപ്പം നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായി, നോറ്റൊരു ആൺകുട്ടി ഉണ്ടായി. ആ ആൺകുട്ടി ഉണ്ടായപ്പോൾ എന്തുണ്ടായി? മനസ്സ് സന്തോഷമായി അങ്ങോട്ട് വിരിഞ്ഞു. കുട്ടി ഉണ്ടായത് പുറത്ത്, നിങ്ങൾക്കുണ്ടായത് എന്താ? സന്തോഷം. ഒരു ലോട്ടറി കിട്ടി, അപ്പോഴും എന്താ? സന്തോഷം. പരീക്ഷയിൽ പാസ്സായി, എന്താ? സന്തോഷം. പ്രമോഷൻ കിട്ടി, സന്തോഷം. ഞാൻ ചെയ്ത കർമ്മം അസലായിട്ട് ഫലിച്ചു, എല്ലാവരും സ്തുതിക്കണു, അപ്പോഴും കിട്ടുന്നത് എന്താ? സന്തോഷം. ഈ സന്തോഷം എന്ന് പറയുന്നത് ഉൾജന്യമാണല്ലോ, നമ്മുടെ മനസ്സ് രചിക്കുന്നതാണല്ലോ. അതൊരു വൈകാരികമോ ഭാവാത്മകമോ ആണ്. അതിൻ്റെ ഉടമസ്ഥൻ മനസ്സ് മാത്രമാണ്. ശരീരത്തിന് സന്തോഷം രചിക്കാൻ പറ്റില്ല. പിന്നെ സന്തോഷം രചിക്കുന്നത് മനസ്സ് മാത്രമാണ്. അപ്പം മനസ്സാണ് സന്തോഷം രചിക്കുന്നത് എന്ന് പറഞ്ഞാൽ
എന്തിനെ ചൊല്ലിയും ഉണ്ടാവുന്ന സന്തോഷം മനസ്സിലല്ലേ? ആ മനസ്സ് സന്തുഷ്ടമായാൽ അത് വിട്ടൊരു ധനമോ ഒരു വിഭവമോ ഉണ്ടോ? സന്തുഷ്ടി പരമം ധനം. ഇത് മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിനെ മൂല്യനിർണയം ചെയ്യും. ഇത് മനസ്സിലാക്കിയിട്ട് വേണം മൂല്യനിരൂപണം നടത്താൻ. ദണ്ഡന്യാസ പരം ദാനം കാമത്യാഗ തപസ്മൃതം സ്വഭാവവിജയ ശൗര്യം സത്യം ച സമദർശനം. ഇതൊക്കെ ശ്രീമദ് ഭാഗവതത്തിൽ കൃഷ്ണൻ പറയുന്നതാണ് ഉദ്ധവനോട്. ദണ്ഡന്യാസ പരം ദാനം. നമ്മൾ ദാനം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പശുദാനം, സ്വർണദാനം, വെള്ളിദാനം, ഛായാദാനം, ഉപ്പുദാനം എന്നിങ്ങനെ പല സാധനങ്ങളും കൊടുക്കും. ഭൂദാനം. കൃഷ്ണൻ പറയണു ദണ്ഡന്യാസ പരം ദാനം എന്ന്. ബാക്കിയുള്ളവരെ ദണ്ഡിപ്പിക്കുക, നമ്മുടെ സംസാരം കൊണ്ടോ മനസ്സുകൊണ്ടോ കൈകാലുകൊണ്ടോ. അപ്പൊ മറ്റൊരാളിൽ ഒരു വിധത്തിലും വേദന അടിച്ചേൽപ്പിക്കാതെ ഇരിക്കുക. ആ ദണ്ഡിക്കണം എന്നുള്ള സ്വഭാവം അതങ്ങോട്ട് വിട്ടാൽ അതാണത്രേ പരമദാനം. എവിടെ പോയി കാര്യങ്ങൾ? പ്രേക്ഷകരെ, ഇതാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ മഹിമ. ഇതാണ് ഭാരത സംസ്കാരത്തിൻ്റെ മഹിമ. ഇതാണ് എല്ലാറ്റിനെയും മനസ്സോടും ബുദ്ധിയോടും കൂടി ബന്ധപ്പെടുത്തി ഗുണമൂല്യങ്ങളായി അനുശാസനങ്ങളായി അനുധാവനങ്ങളായി പ്രതിപാദിക്കുക. ദണ്ഡന്യാസം, മറ്റുള്ളവനെ പീഡിപ്പിക്കണം ഉപദ്രവിക്കണം എന്നുള്ള തോന്നലുണ്ടല്ലോ, ആ തോന്നലിനെ വിട്ടാൽ അതാണ് ഏറ്റവും വലിയ ദാനം. കാമത്യാഗ തപസ്മൃതം. തപസ് എന്നുള്ള പേരിൽ നമുക്ക് എന്തൊക്കെ ചെയ്യണം? ഐസിന്റെ മുകളിൽ നിൽക്കണോ, കിടക്കണോ? പൊള്ളുന്ന വെയിലിൽ കിടക്കണോ? മണൽത്തരിയിൽ പോയിട്ട് എന്താ നമ്മൾ വേണ്ടത്? ആഹാരം കഴിക്കാതെ ഇരിക്കണോ, ഉപവസിക്കണോ? കൃഷ്ണൻ ഇവിടെ പറയാണ് കാമത്യാഗ തപസ്മൃതം. പ്രേക്ഷകരെ, നിങ്ങൾ ചിലരെങ്കിലും ഇതൊന്ന് കേട്ട് മനസ്സിലാക്കൂ. മനസ്സിൽ മേൽക്കുമേൽ ഉദിക്കുന്ന ആഗ്രഹമുണ്ടല്ലോ, ആഗ്രഹം കാട്ടുതീ പോലെ. ആ ആഗ്രഹത്തിനെ കാമത്തെ വിടുന്നതാണ് തപസ്സെന്ന്. തപസ് ശാരീരികം, വാചികം, മാനസം, ബൗദ്ധം 4 തരത്തിലുണ്ട്. ആഗ്രഹിക്കാതെ എൻ്റെ മനസ്സ് സന്തുഷ്ടമാവും. ആഗ്രഹം മനസ്സിനെ എടുക്കുന്നതാണ്. ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആഗ്രഹിച്ചതിൻ്റെ മുകളിൽ പ്രേരണയായി, ആവേശമായി, കുതിച്ചുചാട്ടമായി, ഈയാമ്പാറ്റ തീയുടെ പിന്നാലെ പോകുന്ന മാതിരിയായി. അതിനൊന്നും പോകാതെ മനസ്സിനെ ഒതുക്കി നിർത്തി എനിക്ക് കാമം വേണ്ട വേണ്ട എന്ന് പറഞ്ഞു വിട്ടാൽ അതാണ് ഏറ്റവും വലിയ തപസ്സും സന്തോഷവും. അപ്പൊ തപസ്സിനുള്ള ഒരു വ്യാഖ്യാനാണിത്. തപസ്സിന്റെ പേരിൽ കഠിനമായ ശാരീരിക വ്യായാമങ്ങൾ നടത്തുന്നതല്ല തപസ്. നേരെ മറിച്ച് എല്ലാറ്റിനും കാരണമായിരിക്കുന്ന ഈ ദുഷ്ടൻ ഒരു കാരണമുണ്ടല്ലോ, കാമം. ആ കാമത്തിനെ അങ്ങോട്ട് വിട്ടാൽ അതാണ് വലിയ തപസ്. സ്വഭാവ വിജയ ശൗര്യം. ശൗര്യം എന്ന് പറഞ്ഞാൽ ഒരു ടൈഗർ ബാബ ഉണ്ടായിരുന്നു, നരിയോട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ, പിന്നീട് സന്യസിച്ചു. ഞാനിപ്പോൾ പറയണില്ല അതിൻ്റെ കഥ. ശൗര്യം അങ്ങനെ കാണിക്കേണ്ടതാണോ? അല്ല, തൻ്റെ സ്വഭാവത്തെ ജയിക്കുന്നതാ. തൻ്റെ മനസ്സിനെ പരിശോധിച്ചു നോക്കി അതിൽ എന്തെല്ലാം അശുഭമോ അമംഗളമോ ആയിട്ടുള്ള വശങ്ങളുണ്ടോ, ദുഷ്ടമായിട്ടുള്ളത് പ്രദുഷ്ടമായിട്ടുള്ളത്, അതിനെയൊക്കെ വിട്ട് മനസ്സിനെ ശുദ്ധമാക്കി പവിത്രമാക്കി ദിവ്യമാക്കി മംഗളകരമാക്കി തീർത്താൽ അതാണ് ശൗര്യം. സ്വഭാവ വിജയ ശൗര്യം സത്യം ച സമദർശനം. സത്യം എന്നുള്ള വാക്കിന് സാധാരണ നാം ധരിച്ചു വെച്ചിട്ടുള്ള അർത്ഥം എന്താ? പൊളി പറയരുത്, നേരെ പറയാവൂ, നടന്നത് നടന്ന മാതിരി പറയുക, ഉള്ളത് മാതിരി ഉണർത്തിക്കുക, അതൊക്കെയാണ് സത്യം. എന്നാൽ ശരിയായിട്ടുള്ള സത്യം അതല്ല. സമദർശനം. ഈ ലോകം മുഴുവനും ഒരേ ഈശ്വരൻ്റെ, ഒരേ പരമാത്മാവിൻ്റെ, ഒരേ പരബ്രഹ്മത്തിൻ്റെ പരിലസനമാണ്. ഇപ്പൊ ആവിയുണ്ട്, നീരാവി. അത് കഴിഞ്ഞാൽ വെള്ളമുണ്ട്, നീരാവി മേപ്പട്ടേക്ക് പോണു, വെള്ളം ഒഴുകണു. ഐസോ വെള്ള നിറത്തിൽ കട്ടിയായി ഉറച്ച പാറ പോലെ കിടക്കണം. ഇത് മൂന്നും കണ്ടിട്ട് ഒരേ ഒരു സാധനമാണ് ഇത് മൂന്നും എന്ന് തോന്നുന്നത് പോലെ കുറച്ച് കെമിസ്ട്രി അറിയുന്ന ആൾക്ക് അതേപോലെ ഈ പാഞ്ചഭൗതികമായ പ്രപഞ്ചം ഭഗവത് സത്ത തന്നെ ഘനീഭവിച്ച് ഇന്ദ്രിയങ്ങളുടെ മുൻപിൽ പ്രകടമാകുന്നതാണ് വേർതിരിച്ചറിയാൻ. വാസ്തവത്തിൽ അത് ഈശ്വരമയമാണ്, ഈശ്വരൻ തന്നെ. അപ്പൊ എല്ലാ ദിക്കിലും ഒരുപോലെ നമുക്കൊരു ഈശ്വര ദർശനം നമുക്ക് കാണാൻ പറ്റണം. അതാണ് വാസ്തവത്തിലുള്ള സത്യം. സത്യം എന്ന് പറഞ്ഞാൽ സതഹ ഇതം എന്നാണ് അർത്ഥം.
സത്തിനെ സംബന്ധിക്കുന്നത്. അപ്പൊ സദ്ദർശനം ഉണ്ടാവുന്നത് അപ്പോഴാണ്. അതിനെയാണ് സമദർശനം. സമദർശനമാണ് സത്യം. ത്യാഗ സന്യാസമുച്യതേ. എല്ലാവരും ത്യാഗം 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 എന്ന് പറയും. എന്താ ഈ ത്യജിക്കല്? അവസാനം സന്യാസമാണ് ത്യാഗം. സന്യാസം എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് ഒരു വിധത്തിലുള്ള സംഘമോ ആവശ്യങ്ങളോ അഭിലാഷങ്ങളോ ഇല്ല. ഞാൻ എല്ലാറ്റിനെയും വിട്ട് ഉള്ളാത്മാവിനെ മാത്രം പുണർന്നിരിക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് എന്ന് വിചാരിച്ച് എല്ലാറ്റിനെയും വിടുക. അതാണ് സന്യാസം. ധർമ്മയിഷ്ടം ധനം നൃണാം. ധർമ്മയിഷ്ടം ധനം നൃണാം. ധാർമ്മികമായി ജീവിക്കുന്നതാണ് മനുഷ്യർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ധനം എന്ന്. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ധനം സ്വർണമല്ല, വെള്ളിയല്ല, ചെമ്പല്ല, ഭൂമിയല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ധനം ധാർമ്മികമായി വഞ്ചനയില്ലാതെ അവനവൻ്റെ ആത്മതൃപ്തിയോടുകൂടി കഴിയുക. എന്തു തന്നെ വന്നാലും പോയാലും ഞാൻ ഒരു വിധത്തിലും തെറ്റോ പീഡനമോ ഒന്നും തന്നെ ഏൽപ്പിച്ചിട്ടില്ല ബാക്കിയുള്ളവരിൽ എന്ന് പറഞ്ഞ് കൃതാർത്ഥതയോടുകൂടി കൃതകൃത്യതയോടുകൂടി ജീവിക്കുക, പോവുക. അതാണ് ശരിയായിട്ടുള്ള ധനം. ധനം എന്ന് പറഞ്ഞാൽ നമുക്ക് വിനിയോഗിക്കാനാണല്ലോ. ആ ധനവിനിയോഗം കൊണ്ടോ നമുക്ക് വസ്ത്രം കിട്ടും, വീടുണ്ടാക്കാം, ഭക്ഷണ സാമഗ്രികൾ മേടിക്കാം, സുഖസൗകര്യങ്ങൾ മേടിക്കാം. നല്ലൊരു കാറ് മേടിച്ചു, എന്നിട്ടോ അതിലിരുന്നു, ഡ്രൈവറോട് ഓടിക്കാൻ പറഞ്ഞു. ആ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ ഉണ്ടാവണത്? ഓ, സൗകര്യമായിട്ട് പോവാമല്ലോ. എന്നിട്ടോ മനസ്സിന് സന്തോഷം. ആ മനസ്സിനാണ് സന്തോഷം. ഡ്രൈവറും കാറും പണവും മേടിച്ചതും റോഡും നിരത്തും ഒക്കെ എന്താ? അതൊക്കെ പുറത്തു നിൽക്കണു. നമുക്ക് കിട്ടാനുള്ളത് സന്തോഷം മാത്രമാണ്. അപ്പൊ ഏറ്റവും വലിയ ധനം എന്താ? ധർമ്മമാണ്. സുഖം ദുഃഖസുഖാത്യയ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? സുഖം ദുഃഖസുഖാത്യയ. സുഖം സുഖം എന്ന് പറഞ്ഞാൽ എന്താ? മാറി മാറി വരുന്ന സുഖദുഃഖങ്ങളുണ്ടല്ലോ. ദുഃഖം കഴിഞ്ഞിട്ടാണ് സുഖം, സുഖം കഴിഞ്ഞാൽ ദുഃഖം. അപ്പൊ സുഖമുണ്ടെങ്കിൽ അതിന് മുമ്പ് ദുഃഖമുണ്ട്, അതിന് ശേഷവും ദുഃഖമുണ്ട്. ദുഃഖമുണ്ടെങ്കിൽ അതിന് മുമ്പ് സുഖമുണ്ട്, അതിന് ശേഷവും സുഖമുണ്ട്. അപ്പൊ സുഖം സുഖം എന്ന് വിചാരിക്കുന്നത് ദുഃഖത്തിന് ശേഷവും ദുഃഖപര്യവസായിയും ആയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായാൽ പറ്റില്ല. അപ്പൊ പിന്നെ എന്താ ശരിയായിട്ടുള്ള സുഖം? സുഖദുഃഖം എന്നുള്ള വ്യത്യാസം ഇല്ലാതെ ഒരുപോലെ ഇരിക്കുന്നതാണ് സുഖം. ദുഃഖസുഖാത്യയ. ദുഃഖം കാമസുഖാപേക്ഷ. ഇനി ദുഃഖം ദുഃഖം എന്ന് പറയുന്നത് എന്താ? കാമസുഖാപേക്ഷ. കാമസുഖാപേക്ഷ. മനസ്സിൽ തോന്നുന്ന ആഗ്രഹം ദുഃഖത്തിന് കാരണമാണ്. സുഖാപേക്ഷ, സുഖം വേണം എന്നുള്ള തോന്നല്. ഇത് രണ്ടും ഇല്ലാതെ ഇരിക്കല്. നിങ്ങൾ വളരെ ദൂരത്താണ്. ഞാൻ നിങ്ങളോട് എങ്ങനെയാ പറയുക? എൻ്റെ ആശ്രമത്തിലുള്ളപ്പോൾ ചിലര് അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് പറയുമായിരുന്നു എന്നെ സംബന്ധിച്ച ചില കാര്യങ്ങൾ. ഇത് പറഞ്ഞ് 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 സ്വാമിജി എങ്ങനെയായിരിക്കുക? ഇത് നോക്കൂ ഇവിടെ എന്താ പറയണത് എന്ന്. ദുഃഖം കാമസുഖാപേക്ഷ എന്ന്. എന്തെങ്കിലും തരത്തിലൊരു ആഗ്രഹം മനസ്സിന് പൊട്ടിമൊളിച്ചോ അപ്പൊ ദുഃഖായി. സുഖം വേണമെന്ന് തോന്നിയോ അപ്പോഴും ദുഃഖായി. ഈ സുഖം വേണമെന്നൊരു തോന്നൽ എന്തിനാ നിങ്ങൾ വേണമെന്ന് വിചാരിക്കണേ? നിങ്ങൾ സുഖിയാണെങ്കിൽ സുഖം വേണമെന്ന് തോന്നുമോ? തോന്നില്ല. അപ്പൊ സുഖം വേണമെന്ന് തോന്നിയാൽ തന്നെ ഉള്ളില് ഒരു ശൂന്യതയുണ്ടെന്ന അർത്ഥമാണ്. അപ്പൊ മനസ്സങ്ങോട്ട് നിറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെത്താനെ നിങ്ങൾക്കൊന്നും വേണ്ടാന്ന് തോന്നും. അപ്പൊ ആഗ്രഹമില്ലാതെ ഇരിക്കുക, സുഖാപേക്ഷയുമില്ല. അതാണ് നമുക്ക് ആവശ്യം. മറിച്ച് ആഗ്രഹമോ സുഖാപേക്ഷയോ ഉണ്ടെങ്കിലോ അത് ദുഃഖമായി. ഇനി നമ്മൾ പണ്ഡിതൻ 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 എന്ന് പറയുന്നുണ്ടല്ലോ. ആരായി പണ്ഡിതൻ? ബന്ധമോക്ഷവിത്. കേൾക്കുന്നുണ്ടോ കൂട്ടരെ നിങ്ങൾ? ബന്ധമോക്ഷവിത്. ബന്ധം മോക്ഷം വേർതിരിച്ച് അറിയുന്നവൻ ആരോ അവനാണ് പണ്ഡിതൻ. അത് അവസാനം നമ്മളെ എവിടെ കൊണ്ടെത്തിക്കും? എനിക്ക് ബന്ധനമില്ല, അതുകൊണ്ട് എനിക്ക് മോക്ഷവും വേണ്ട, ഞാൻ ബന്ധമുക്തി അതീതനാണ് എന്നതാണ് ഒരു പണ്ഡിതന്റെ ശരിയായ അനുഭവം. ബന്ധുർ ഗുരുരഹം സഖേ. ഉദ്ധവനോട് കൃഷ്ണൻ പറയുകയാണ്, ശരിയായിട്ടുള്ള ബന്ധു ആരാ? നിങ്ങളുടെ ധാരണയൊക്കെ തിരുത്തിക്കോളൂ. ഈ സമയത്ത് തിരുത്തിക്കോളൂ. നിങ്ങൾക്കിവിടെ ബന്ധുവായി ഈശ്വരൻ മാത്രമേ ഉള്ളൂ, ഗുരു മാത്രമേ ഉള്ളൂ. ബന്ധുർ ഗുരുരഹം സഖേ. ഗുരു എന്ന് പറഞ്ഞാൽ ആരാ? വാസ്തവത്തിൽ ഈശ്വരൻ പ്രത്യക്ഷമായ ഒരു ശരീരമുള്ളവനല്ല. ആ ഈശ്വരൻ പ്രത്യക്ഷ ശരീരത്തിൽ നമ്മുടെ മുൻപിൽ വന്ന് തത്വം ഉപദേശിക്കാൻ
സാധിക്കുന്ന തരത്തിൽ ഒരു രൂപത്തോടു കൂടി വരുന്നവനാണ് സദ്ഗുരു. ആ സദ്ഗുരു എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് വാസ്തവത്തിൽ പരമാത്മാവായ പരമേശ്വരൻ, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധു. ബന്ധുർഗുരുരഹം സഖേ ദരിദ്രോ യസ്ത്വ അസന്തുഷ്ടഃ കൃപണോയോ അജിതേന്ദ്രിയഃ. ദരിദ്രോ യസ്ത്വ അസന്തുഷ്ടഃ. ആരാണ് ഇവിടെ ദരിദ്രൻ? ഏഴ. ഈ ഇന്ത്യയെ പറ്റിയിട്ട് ഒരു ആക്ഷേപമുണ്ട്. ഞാൻ ആരോട് പറയും? ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഒരാളും സമ്മതിക്കില്ല. ഇന്ത്യ ദരിദ്രമാണെന്ന് പറഞ്ഞാൽ ഭൂമാനന്ദ സ്വാമി സമ്മതിക്കില്ല. ഇവിടെ ഏഴപ്പെട്ടവരാണ് കൂടുതൽ സന്തോഷത്തോടുകൂടി കൃതാർത്ഥതയോടുകൂടി ജീവിക്കുന്നത്. പണക്കാർക്ക് ഇവിടെ വെപ്രാള. എത്ര ആളെ നമ്മൾ തെരഞ്ഞെടുത്തു, മന്ത്രിമാരായിട്ട് പറഞ്ഞയച്ചു, എന്നിട്ട് എന്തുണ്ടായി നോക്കൂ. സർവ്വ ആൾക്കാരും കുടത്തിൻ്റെ ഉള്ളിൽ ചക്രമാന്തുന്നവരല്ലേ ഇവിടെ. നേരെ മറിച്ച് ദരിദ്രന്മാർക്ക് അങ്ങനെയുള്ള മോഹമില്ലല്ലോ. അവരിയ്ക്കുന്നുണ്ടല്ലോ, സന്തോഷത്തോടു കൂടി അസലായിട്ട് കിടന്നുറങ്ങുന്നുണ്ടല്ലോ. ദരിദ്രോ യസ്ത്വ അസന്തുഷ്ടഃ. മനസ്സിന് സന്തോഷമില്ലാത്തവനാണ് ദരിദ്രൻ. ആ അർത്ഥത്തിൽ ഇവിടെ ദാരിദ്ര്യമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്ര കുറഞ്ഞാലും അതുകൊണ്ട് തൃപ്തിപ്പെട്ട് സുഖമായിട്ട് അവർ ജീവിക്കുന്നു. അവരുടെ വീടുകളിലുമുണ്ട് എന്ത്? കല്യാണം, പിറന്നാൾ ആഘോഷം, അതൊക്കെ അവിടെയുണ്ട്. അവരുടെ തോതിൽ അവർ ആചരിക്കുന്നു, സുഖമായിട്ട് ജീവിക്കുന്നു. ഞങ്ങളുടെ ആശ്രമത്തിൽ ജോലി ചെയ്യാൻ വരുന്നവർ കുറേ പേരുണ്ട്, 10-25 ആൾക്കാരുണ്ട്. അവരോട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ സംസാരിക്കുമ്പോൾ പറയും, അവർ ചില ദിവസമൊക്കെ ഒന്ന് വന്ന് നമസ്കരിച്ച് പറയാറുണ്ട്. എന്താ അവർ പറയുക? സ്വാമിജി ഞങ്ങൾക്ക് എന്നും ഇങ്ങനെ ജോലി ചെയ്യാൻ സാധിക്കണം, അതിന് ആരോഗ്യം അനുവദിക്കണം, പരാശ്രയം കൂടാതെ ജീവിക്കാൻ പറ്റണം, അതിന് വേണം സ്വാമിജി അനുഗ്രഹിക്കാൻ എന്ന് പറയും. അവർക്ക് എന്തുണ്ടായിട്ടാ? മുഖം വളരെ പ്രസന്നമാണ്. ആശ്രമത്തിൽ വന്ന് ജോലി ചെയ്യണത് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണെന്ന് പറയുന്നവരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ ഞാൻ കാണുന്നത്. ഞാൻ എപ്പോഴും പറയും അവരോട്, നമുക്ക് ജനിക്കാത്ത കുട്ടികളോട് എങ്ങനെയോ അതുപോലെയുള്ള ഒരു മനോഭാവമാണ് വേണ്ടത്. കാളിദാസൻ ശാകുന്തളത്തിൽ ശകുന്തളയെ ദുഷ്യന്തൻ്റെ രാജധാനിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ഭൂയിഷ്ഠം ഭവദക്ഷിണാ പരിജനേ. അവനവനെ ശുശ്രൂഷിക്കുന്നവരുണ്ടല്ലോ, പരിജനങ്ങൾ, അവരോട് ഭൂയിഷ്ഠം ഭവദക്ഷിണ, ദാക്ഷിണ്യം ധാരാളം നിനക്കുണ്ടാവണമെന്ന്. നീ ഇവിടെ എൻ്റെ കൂടെ തപസ്വിയുടെ കൂടെ ജീവിച്ചവളാ, അത്യാവശ്യം 1-2 സഖികൾ നിനക്കുണ്ടാവാം. രാജകോലോകത്ത് ചെന്ന് കഴിഞ്ഞാൽ രാജ്ഞി പട്ടമഹിഷിയാവാൻ പോവാ. ധാരാളം ശുശ്രൂഷിക്കാനുള്ള സൈവികമാരുണ്ടാവും. അവരോടൊക്കെ നിനക്ക് ധാരാളം ദയവ് വേണമെന്ന് പറയാം. ഞാൻ എന്ന് വായിച്ചോ ആ വായിച്ചത് മുതൽക്ക് അത് എൻ്റെ ഉള്ളിലാണ്. ഭൂയിഷ്ഠം ഭവദക്ഷിണാ പരിജനേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ആശ്രമത്തിൽ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പറയാറുമുണ്ട്. ഭൂയിഷ്ഠം ഭവദക്ഷിണാ പരിജനേ. ഭൂയിഷ്ഠം എന്ന് പറഞ്ഞാൽ ആവോളം, വേണ്ടുവോളം, ധാരാളം. ഭവ ആയിത്തീരൂ. പരിജനേ ദക്ഷിണ, പരിജനങ്ങളോട് ദാക്ഷിണ്യമുള്ളവളാവണം. നോക്കൂ, ഒരൊറ്റ വാക്കാണത്, അല്ലെങ്കിൽ ഒരു ഫ്രേസ് എന്നിരിക്കട്ടെ, ഒരു വാചകം. ആ വാചകം വായിച്ചത് മുതൽക്ക് എത്ര സ്ഥലത്ത് ഞാനിത് പറഞ്ഞു കഴിഞ്ഞു. കാവ്യത്തിൻ്റെ ഒരു ശകലം മതി ഒരു മനുഷ്യ ജീവിതത്തെ മുഴുവനും മാറ്റി രത്നം പതിപ്പിക്കാൻ. ഒരു ശകലം മതി അതിന്. ദരിദ്രോ യസ്ത്വസന്തുഷ്ടഃ കൃപണോ യോ അജിതേന്ദ്രിയഃ. ഇതാണ് ഭാരതം. ഭാരതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന മാതിരി എക്കണോമിക് പ്രോസ്പെരിറ്റിയോടുകൂടി ഒരു 10 ന്യൂക്ലിയർ പ്ലാന്റോട് കൂടി ഇരിക്കുന്ന ഭാരതമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ന്യൂക്ലിയർ പ്ലാന്റ് എന്തിനാ നമുക്ക്? അതിൻ്റെ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി എടുക്കുന്നത് ഇരിക്കട്ടെ, അനവധി ആയുധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ന്യൂക്ലിയർ പ്ലാന്റ് ഉണ്ടായി എന്നിരിക്കട്ടെ. എന്താ അതിൻ്റെ അർത്ഥം? ശത്രുക്കളെ നേരിടാൻ. അതിനാണോ മനുഷ്യജന്മം? അതോ എല്ലാവരെയും മിത്രങ്ങളായി നമുക്ക് വാഴണോ? ഏതാ നമുക്ക് ആവശ്യം? ഇന്ന് ലോകം തീരുമാനിച്ചിട്ടില്ല. ശത്രുതയെ വിട്ട് മിത്രങ്ങളായി സഹവർത്തിത്വത്തിലാണോ നമുക്ക് സൗഭാഗ്യം, അതോ രാജ്യങ്ങളെ കീഴടക്കുന്നതിലോ എന്ന് ഈ ചോദ്യത്തിന് ഇന്നും ലോകം മറുപടി പറഞ്ഞിട്ടില്ല. എവിടെ നേരെയാവുന്നാ പറയണേ? നിങ്ങൾ ഈ ലോകം എവിടെ നേരെയാവുന്നാ പറയണേ? ഇന്നത്തെ പേപ്പറിലും കൂടി മുന്നറിയിപ്പാണ്, കീഴടങ്ങൂ അല്ലെങ്കിൽ യുദ്ധം. എന്താ ഇതിനർത്ഥം? അജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവനാണ് കൃപണൻ, പിശുക്കൻ, അറുതല പിശുക്കൻ. അപ്പൊ ഇവിടുത്തെ പണക്കാർ മുഴുവൻ ഒരു നിലയ്ക്ക് പിശുക്കന്മാരാ. ദരിദ്രന്മാരോ ധനവാന്മാർക്ക് മീതിയുള്ളവരാ.
സന്തോഷമാണ് ധനമെങ്കിൽ നമ്മുടെ ഏഴപ്പെട്ടവർക്കാണ് കൂടുതൽ സന്തോഷം. അവരുടെ കാക്കൽ പോയി പണക്കാർ നമസ്കരിക്കട്ടെ, കുറെ സന്തോഷം അവർക്ക് കിട്ടട്ടെ. ഗുണേഷ്വസക്തധീരീശോ, ഒരു മനുഷ്യൻ ഈശൻ ഭഗവാനാവണത് എപ്പോഴാ? ഗുണേഷു അസക്തധീഹി. സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടതാണ് ഈ ലോകം മുഴുവനും, ലോകവസ്തുക്കൾ മുഴുവനും. നമ്മളിൽ ഓരോരുത്തരിലും ഈ സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 എണ്ണം കാലത്തെണീറ്റാൽ ഉറങ്ങുന്നത് വരെ, ഉറങ്ങുമ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. എണീക്കുമ്പോൾ സത്വം തുടങ്ങി, അതിൽ രജസ്സും കൂടുതലാണ്. കിടന്നുറങ്ങുമ്പോൾ തമസ്സായി, ബാക്കിയുള്ളതൊക്കെ ഒതുങ്ങി. ഈ 3 ഗുണങ്ങളിലും നമുക്ക് അസക്തധീഹി, ഒന്നിലും സംഘമില്ലാതെ, സത്വഗുണം വരുമ്പോഴും രജോ ഗുണം വരുമ്പോഴും തമോ ഗുണം വരുമ്പോഴും ഒരു തരത്തിലുള്ള ബാധയുമില്ലാതെ എല്ലാറ്റിനെയും അനുവദിച്ചുകൊണ്ട് നിസ്സംഗമായിരിക്കാൻ സാധിച്ചാൽ ആ ആള് ഈശനായി, ഭഗവാന് തുല്യനായി. ഗുണസംഗോ വിപര്യേഹ, നേരെ മറിച്ച് ഈ സത്വമാകട്ടെ, രജസ്സാകട്ടെ, തമസ്സാകട്ടെ നമ്മളെ കീഴ്പ്പെടുത്തി എന്നുണ്ടെങ്കിലോ, വിഷമിപ്പിച്ചാലോ മറിച്ചുമായി, നമ്മൾ അടിമയായി. നരകസ്തമ ഉന്നാഹോ സ്വർഗ സത്വഗുണോദയ. ഇതൊക്കെ ശ്രീമദ് ഭാഗവതത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്, ഏകാദശ സ്കന്ധത്തിൽ നിന്ന്. നരകസ്തമ ഉന്നാഹോ സ്വർഗ സത്വഗുണോദയ. ജ്യോതിഷ്ഠോമം കഴിച്ച് സ്വർഗം കിട്ടാനുള്ള വാക്കുകൾ ഫലമില്ലാത്ത പൂക്കൾ പോലെയാണെന്ന് പറഞ്ഞല്ലോ. കേൾക്കൂ, കേൾക്കൂ, മനസ്സിലാക്കൂ. ഇവിടെ നരകം, നരകം എന്ന് പറഞ്ഞാൽ തമോ ഗുണത്തിൻ്റെ ഉത്കടതയാണ്, ഉത്കടത്വം. തമോ ഗുണം വർദ്ധിച്ചാൽ ഒക്കെ നരകമായി നമുക്ക്. സത്വഗുണം അധികമായാലോ സ്വർഗവുമായി. അപ്പൊ നമ്മുടെ സ്വർഗം നാം ഉണ്ടാക്കണം. ജ്യോതിഷ്ഠോമം കഴിച്ച് മരിച്ചതിന് ശേഷം കിട്ടാനുള്ളതല്ല സ്വർഗം. നിങ്ങളുടെ ഉള്ളിലുള്ള സത്വഗുണത്തെ കൂടുതൽ വർദ്ധിപ്പിച്ച് മനസ്സുഖത്തോടുകൂടി സർവാഹ സുഖമയാദിശ എന്ന് ഭാഗവതം പറയുന്ന മാതിരി, കൃഷ്ണൻ പറയുന്ന മാതിരി എല്ലാ സ്ഥലവും സുഖമയമായി തീരുന്ന വിശേഷപ്പെട്ട ഒരു മനോനിലയുണ്ട്. ആ മനസ്സ് പവിത്രമായി, ഭക്തിമയമായി, ദിവ്യമായി, സാഫല്യദീപ്തിയോടുകൂടി അങ്ങനെ മകിഴ്ന്നു കഴിയുന്ന ഒരു കാലമുണ്ട്. അതാണ് സ്വർഗം. നമ്മൾ അഗ്നികുണ്ഡമുണ്ടാക്കി ഹോമിച്ച് ആ ഹോമത്തിൻ്റെ ഫലമായി മരിച്ചുപോയതിന് ശേഷം വിമാനത്തിൽ കൊണ്ടുപോയിട്ട് സ്വർഗത്തിൽ അണയ്ക്കൊന്നുമല്ല. സ്വർഗം വേണോ നിങ്ങൾക്ക്? ഇവിടെ തന്നെ ഉണ്ടാക്കിക്കോളൂ, ഇവിടെ തന്നെ അനുഭവിച്ചോളൂ. മരണാനന്തരമുള്ള സ്വർഗം പ്രതീക്ഷ മാത്രമാണ്, വഞ്ചനാത്മകമാണത്. സത്വഗുണത്തിനെ വർദ്ധിപ്പിച്ച് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന സ്വർഗമാണ് ശരിയായിട്ടുള്ള സ്വർഗം. നരകമോ തമസ് വർദ്ധിച്ചാലായി. വളരെ ദിവ്യവും പരമപ്രമാണവുമായ വേദങ്ങളിൽ വിധിനിഷേധ രൂപത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുന്നു. ആ നിർദ്ദേശമെല്ലാം മനുഷ്യൻ്റെ മനസ്സിൽ ഏകബുദ്ധി ഉദിക്കാൻ സഹായിക്കില്ല എന്നാണ് കൃഷ്ണൻ്റെ നിരൂപണം. ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അത് എന്തുകൊണ്ടാ എന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ നടത്തിയത്. അതവിടെ ഇരിക്കട്ടെ. വൈദികാനുഷ്ഠാനമുള്ളവർക്ക് പോലും മനസ്സിലാക്കാനുള്ള ഒരു കാര്യം അതെന്താണത്? എല്ലാവരും ഇവിടെ വേദമാർഗം അവലംബിക്കുന്നവരോ അതറിയുന്നവരോ അല്ല. വളരെയധികം ജനങ്ങൾ ക്ഷേത്രങ്ങളിൽ പോണു, ഈശ്വരോപാസന നടത്തുന്നു എന്നുള്ളത് ശരിയാണ്. അത് അനേകം സഹസ്രങ്ങൾ, ആയിരങ്ങളും ലക്ഷങ്ങളും കോടികളും വരും ആ ജനങ്ങളുടെ സംഖ്യ. അനവധി പേർ ഇതൊന്നുമില്ലാതെ ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ വൈദിക വിധി എന്ന് പറഞ്ഞതിന് വലിയ പ്രമാണമുണ്ടെങ്കിലും പ്രചാരം കുറവാണ്. എന്ന് പറഞ്ഞാലും അതിനെപ്പറ്റി ശരിയായ ഒരു ധാരണ ശാസ്ത്രം പറയുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാവണം. അപ്പോൾ ഒരു ചോദ്യം ഇവിടെ വരുന്നു. ഈ വൈദിക കർമ്മങ്ങൾ ഇത്രത്തോളം അപൂർണങ്ങളാണ്, വ്യവസായാത്മിക ബുദ്ധി ജനിക്കാൻ സഹായിക്കുന്നതല്ല എന്ന് പറയുമ്പോൾ പിന്നെ മനുഷ്യൻ എന്താണ് വേണ്ടത് എന്നൊരു ചോദ്യം വരും. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ്, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്, ഈ വൈദിക കർമാനുഷ്ഠാനത്തിൽ മാത്രമാണ് നമ്മുടെ ശാസ്ത്രങ്ങളോ ശാസ്ത്രീയ ജീവിതമോ നിലനിൽക്കുന്നതെന്നോ പടുത്തുയർത്തിയിട്ടുള്ളതെന്നോ. നമുക്കിവിടെ മൂല്യങ്ങളുണ്ട്, ഗുണങ്ങളുണ്ട്, മഹിമകളുണ്ട്, നിയന്ത്രണം, നിഷ്ഠ, ഇങ്ങനെ പലതുമാണ്. ഇത് മുഴുവനും നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും തട്ടി നിൽക്കുന്നതാണ്, ഇന്ദ്രിയങ്ങളെ തട്ടി നിൽക്കുന്നതൊന്നുമല്ല. ആരോഗ്യം അത് ശരീരത്തിനുള്ളതാണ്, അതിനുവേണ്ടി വ്യായാമം അതും വേണം, പ്രാണായാമം അതും ശരീരത്തിനുള്ളതാണ്. പക്ഷേ ഈ ശരീരമുണ്ടെന്ന് നമ്മളോട് പറയുന്നത് പോലും നമ്മുടെ മനസ്സാണ്.
മനസ്സ് പറഞ്ഞിട്ടാണ് എനിക്കൊരു ശരീരമുണ്ടെന്ന് നാം അറിയുന്നത്. ഒരു പ്രവൃത്തി തുടങ്ങുന്നത് മനസ്സിൽ നിന്നാണ്, അത് നിലനിന്ന് വളരുന്നതും മനസ്സിലാണ്, അവസാനം പരിസമാപിക്കുന്നതും മനസ്സിലാണ്. അപ്പം നമ്മുടെ അന്തരംഗമാണ് നമ്മുടെ ദേഹത്തിനു പോലും നിദാനം, അടിസ്ഥാനം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ മനസ്സിനെയും ബുദ്ധിയെയും തട്ടി നിൽക്കുന്നതായ ഗുണമൂല്യ മഹിമകളുണ്ടല്ലോ, അത് മാത്രം മതി നമുക്ക് വളരാൻ. മറിച്ച് ഈ വേദാനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടെന്ന് വയ്ക്കുക, ഈ മൂല്യങ്ങളില്ലെങ്കിലോ ആ മനുഷ്യനെ എന്തിനെങ്കിലും കൊള്ളില്ല. അപ്പം ഇവിടെ ഞാൻ ശ്രീമദ് ഭാഗവതത്തെ ഉദ്ധരിച്ചുകൊണ്ട് എത്ര കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്? ഒരു 10, 15, 16 മൂല്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഈ മൂല്യങ്ങളൊക്കെ മനസ്സുകൊണ്ട് ധരിക്കണം, അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കണം. എന്നിട്ട് മനസ്സിൻ്റെ വിചിന്തനത്തിലും വികാരത്തിലും ഭാവത്തിലും എല്ലാറ്റിലും അതിനെ പ്രതിഫലിപ്പിക്കണം. എന്നിട്ട് മനസ്സിലുദിക്കുന്ന ആശകളെ ക്രമീകരിച്ച് മെരുക്കിയെടുത്ത് തെറ്റായിട്ടുള്ള കാര്യങ്ങളെ വർജിച്ച് അങ്ങനെ വളർത്തി കൊണ്ടുവരേണ്ടതാണത്. വൈദിക കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിച്ചാലും നമ്മുടെ ഉൾവ്യക്തിത്വത്തിനെ സമ്പുഷ്ടമാക്കാനുള്ള ഗുണമൂല്യ മഹിമകൾ നമുക്ക് ഉണ്ടായേ തീരുള്ളൂ. അതില്ലെങ്കിലോ വരാൻ പോണത് എന്താ? പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. നചികേതസിൻ്റെ അച്ഛൻ വാജശ്രവസി യാഗമനുഷ്ഠിച്ചു, വളരെയധികം പണം ചെലവ് ചെയ്ത് വൈദിക കർമ്മങ്ങൾ, ഋത്വിക്കുകൾ എല്ലാവരും വന്നിട്ടുണ്ട്. എന്നിട്ട് കൊടുക്കാൻ പുറപ്പെട്ടതോ ഒന്നിനും കൊള്ളാത്ത പശുക്കൾ, തൊഴുത്തിന് മുടക്കമായിട്ടുള്ളതിനെ വേദമന്ത്രങ്ങൾ പറഞ്ഞ് കൊടുക്കാൻ പുറപ്പെട്ടു. ഇത് നന്നായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ വേദകർമ്മങ്ങളുടെ അനുഷ്ഠാനമാണോ ഇവിടെ മുഖ്യം, അതോ അനുഷ്ഠിക്കുന്നവരുടെ മനസ്സും ബുദ്ധിയും നന്നായിരിക്കണം എന്നുള്ളതാണോ പ്രമാണം? ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പം ഇവിടെ ഞാൻ അവതരിപ്പിച്ച ശ്രീമദ് ഭാഗവതത്തെ ഉദ്ധരിച്ചുകൊണ്ട് അവതരിപ്പിച്ച ഗുണമൂല്യ മഹിമകൾ, അതാണ് മനുഷ്യന് ആവശ്യം. ആ മനസ്സിനെ ഗുണമൂല്യവത്താക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കർമാനുഷ്ഠാനങ്ങൾ മുഴുവനും. എന്നാൽ കർമാനുഷ്ഠാനങ്ങളുടെ പേരിൽ എന്തുണ്ടാവണു? മനസ്സിനെ അലങ്കരിക്കാനോ ധന്യമാക്കാനോ ഉള്ള പരിശ്രമം തീരെ ഉപേക്ഷിക്കുകയാണ്. ഞാനും എൻ്റെ ദൈവമുണ്ട്, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും, നിങ്ങളാരും ഒന്നും പറയണ്ട, ദൈവം എൻ്റെ കാര്യം നോക്കിക്കോളും, അദ്ദേഹത്തിന് സന്തോഷമാണ്, ഞാൻ എൻ്റെ ഇഷ്ടപ്പടി ലോകത്തിൽ എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കും എന്ന് വിചാരിക്കുന്നവരാണ് കൂടുതൽ. അങ്ങനെ ഇല്ലാത്തവരില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇങ്ങനെ ഈ ഗുണമൂല്യ മഹിമകളെക്കുറിച്ച് സ്വാമിജി ഇത്രയധികം പറയുന്നുണ്ടല്ലോ. കൃഷ്ണൻ ഇവിടെ പറയുന്നുണ്ട്. ഈ കൃഷ്ണൻ തന്നെ ഭഗവത്ഗീതയിൽ നമ്മൾ വരാൻ പോവുകയാണ്, 3-ാം അധ്യായത്തിലാണ് ആ ചർച്ച. ഒരേ ഒരു നിഷ്ഠയെ ലോകത്തിലുള്ളൂ. ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്താമയാനഘ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഒരേ ഒരു നിഷ്ഠ 2 പ്രകാരത്തിലാണ്. ആദ്യം അത് കർമ്മത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. രണ്ടാമതോ അത് നിഷ്കർമ്മ രൂപത്തിൽ ധ്യാനം മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണമെന്ന്. അതിനെപ്പറ്റി എവിടെയാ കൃഷ്ണൻ പറയണത്? 18-ാമത്തെ അധ്യായത്തിലാണ്. കർമ്മം ചെയ്ത് കർമ്മസിദ്ധി ഒരു നിലയ്ക്ക് ഉണ്ടായി എന്നുണ്ടെങ്കിൽ പിന്നെ വേണ്ടത് ജ്ഞാനനിഷ്ഠയാണ് എന്ന് പറഞ്ഞ് 50-ാമത്തെ ശ്ലോകം മുതൽക്കാണ് അദ്ദേഹം പറയണത്. അതിപ്പോൾ പ്രതിപാദിക്കണില്ല, എന്നാലും ഞാൻ ഒന്ന് ബന്ധപ്പെടുത്തി പറഞ്ഞു തരണമെന്ന് മാത്രം. ഭഗവത്ഗീതയുടെ ഉദ്ദേശപ്രകാരം ലക്ഷ്യപ്രകാരവും നമ്മളൊക്കെ വൈദിക കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് കഴിഞ്ഞുകൂടേണ്ടവരാ? അല്ല. നമ്മളുടെ കർമ്മം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ എന്തെല്ലാം പ്രവൃത്തി നമ്മൾ ചെയ്യുന്നുണ്ടോ ആ പ്രവൃത്തികൾ മുഴുവൻ നമുക്ക് കർമ്മമാണ്. ആ കർമ്മത്തിനെ മുഴുവനും യോഗമാക്കാനുള്ള യോഗബുദ്ധിയാണ് ഈ കർമ്മയോഗത്തിൽ ഉപദേശിക്കുന്നത്. അവിടെ വൈദിക കർമ്മം ലൗകിക കർമ്മം എന്നുള്ള തരംതിരിവില്ല. ഇവിടെ ഇപ്പോൾ പറയുന്നത് എന്താ? 50-ാമത്തെ ശ്ലോകത്തിൽ 18-ാം അധ്യായം, സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാപ്നോതി നിബോധമേ സമാസേനൈവ കൗന്തേയ നിഷ്ഠ ജ്ഞാനസ്യയാ പരാ. ഞാൻ ഈ പറയുന്ന കർമ്മനിഷ്ഠയുണ്ടല്ലോ, ഇത് ജീവിതം മുഴുവനും തുടരേണ്ട ആവശ്യമില്ല, സാധിക്കൂല. മനുഷ്യൻ്റെ മനസ്സിന് പാകം വരുന്നവരെ, ശുദ്ധി വരുന്നവരെ, ദിവ്യത്വം വരുന്നവരെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കർമ്മങ്ങൾ മുഴുവൻ നമ്മൾ ഉപേക്ഷിച്ച് പിൻവലിയേണ്ടതാണ്. ബുദ്ധ്യാ വിശുദ്ധയാ യുക്തോ ധൃത്യാത്മാനം നിയമ്യ ച ശബ്ദാദീൻ വിഷയാം സ്ത്യക്ത്വാ രാഗദ്വേഷൗ വ്യുദസ്യ ച വിവിക്തസേവീ ലഘ്വാശി യഥവാക്കായമാനസഃ ധ്യാനയോഗപരോ നിത്യം വൈരാഗ്യം സമുപാശ്രിതഃ അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്യ നിർമ്മമശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പതേ. 3 ശ്ലോകമാണിത്. ഇതിൽ അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്? ലോകത്തിൽ ഒരു വസ്തുവിനോടും കൂടി ഒരു തരത്തിലുള്ള സമ്പർക്കവും നമുക്ക് ആവശ്യമില്ല. എല്ലാറ്റിൽ നിന്നും പിൻവലിയ. പരീക്ഷിത്ത് ചെയ്തത് എന്താ? തക്ഷകൻ വരുന്നതിന് മുൻപ്
ശുകമഹർഷിയോട് കൃതജ്ഞത രേഖപ്പെടുത്തി. അദ്ദേഹത്തിനോടടക്കം വിട പറഞ്ഞു. ലോകത്തിൽ നിന്നെല്ലാം ഇന്ദ്രിയങ്ങളെ പിൻവലിച്ച് മനസ്സിനെയും ബുദ്ധിയെയും പിൻവലിച്ച് അവനവൻ്റെ ഉള്ളിൽ തന്നെ അന്തരാത്മതലത്തിൽ അമർന്ന് വിശ്രമിച്ച് അവിടെ അങ്ങോട്ട് കൂടി. ഇതാണ് പ്രേക്ഷകരെ നമുക്ക് എല്ലാവർക്കും കൂടി അവസാനം കിട്ടാൻ പോകുന്ന നേട്ടം. നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കരുത് എൻ്റെ നേട്ടം ബാഹ്യലോകത്തിലാണെന്ന്. ഒരിക്കലും വിചാരിക്കരുത്. ബാഹ്യലോകത്തു നിന്ന് നമുക്ക് ഒന്നും കിട്ടാനില്ല. ഉള്ളതൊക്കെ നമ്മുടെ തൊലിപ്പുറമെ അകന്നിരിക്കുകയുള്ളൂ. ജനിച്ച കുട്ടികൾ, കെട്ടിയ വീട്, സമ്പത്ത്, എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നമ്മളിൽ നിന്ന് അന്യമായേ നിൽക്കുള്ളൂ. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ അലിഞ്ഞു ചേരാനുള്ളത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, മനസ്സിൽ അലിഞ്ഞു ചേരാനുള്ളത് നമ്മുടെ ചിന്തകൾ, ബുദ്ധിയിൽ അലിഞ്ഞു ചേരാനുള്ളത് നമ്മുടെ ആലോചന. അല്ലാണ്ട് പുറമേ നിന്ന് ഒരു സാധനവും നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. അപ്പം എങ്ങനെ നോക്കിയാലും ഈ കർമ്മം ചെയ്ത് അങ്ങനെ തന്നെ അങ്ങോട്ട് സ്വർഗാദികളിലേക്ക് പോയി വരാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമുക്കുള്ള നേട്ടം നമ്മുടെ ആന്തരമാണ്, ഉള്ളിലാണ്. ഉൾ വ്യക്തിത്വത്തിന് വരേണ്ടതാണ്. അതിൽ സംതൃപ്തി, സാഫല്യം, സമ്പൂർണത, വികാസം, ഉദാത്തത, സാരല്യം, ലളിത സുഭഗമായ ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കണം. അല്പസ്വല്പം കാശും സൗകര്യമൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിക്കോട്ടെ, ഒരു കാറൊക്കെ ഉണ്ടായിക്കോട്ടെ, എനിക്കൊരു വിരോധമില്ല. പക്ഷെ നിങ്ങൾ ഒന്ന് വിചാരിക്കരുത്, ഞാൻ ഒരേ സമയത്ത് 4 കാറിൽ സഞ്ചരിക്കുമെന്ന് വിചാരിക്കരുത്. ഒരേ സമയത്ത് 4 കോസരിയിൽ ഞാൻ കിടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരൊറ്റ വയറ്റിനെ നിങ്ങൾക്ക് ഊണ് കഴിക്കാൻ പറ്റുള്ളൂ, കോടാനുകോടി പണമുണ്ടെങ്കിലും. അപ്പം നമുക്ക് എല്ലാറ്റിനും ഒരു ലിമിറ്റുണ്ട്, അത് വിട്ട് ചെയ്യാൻ സാധിക്കില്ല. നിഷ്ഠാ ജ്ഞാനസ്യയാപര. ആ ജ്ഞാനത്തിൻ്റെ പരമനിഷ്ഠ എന്താണെന്നാണ് ഇവിടെ പറഞ്ഞത്. എന്തിനാ ഞാനിത് സൂചിപ്പിച്ചത്? കർമ്മമോക്ഷായ കർമാണി എന്ന് പറഞ്ഞുവല്ലോ. നാം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അവസാനം വിട്ട് അതിൽ നിന്ന് മോക്ഷം പ്രാപിച്ച് മതി എനിക്കിനി വേണ്ട എന്ന് പറഞ്ഞ് പിൻവലിയണം. 2 കുട്ടികളുടെ അച്ഛനായി അമ്മയായി കുറച്ചു കാലം ജീവിച്ച നിങ്ങളുടെ മനസ്സിൽ ഇനിയും മക്കൾ വേണം, മക്കളോടുകൂടി ഒരു 12,000 കൊല്ലം വാഴണം എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവരുത്. ഗർഭം ധരിച്ചു, കുട്ടികളെ പ്രസവിച്ച കുട്ടികളെ വളർത്തി, അവരിതാ മുതിർന്നു, അതോടുകൂടി എനിക്ക് സാഫല്യമായി. അവരിനി മുതിർന്ന ലോകത്തിൽ ജീവിച്ചോട്ടെ, ഭൂമിയെ ഏൽപ്പിച്ച് സ്വയം അങ്ങോട്ട് പോവുക. ഒന്നിൻ്റെയും പിന്നാലെ കൂടുതൽ നമുക്കൊരു ഒട്ടലോ ഒരു സംഘമോ ആവശ്യമില്ല. മാണ്ഡൂക്യ ഉപനിഷത്ത് എന്നൊരു ഉപനിഷത്തുണ്ട്. ആ ഉപനിഷത്തിൽ കാരികയാണ് ഗൗഡപാദരുടെ വളരെ വിശേഷം. ആ കാരികയും അതിന് വിവരണവും ഒക്കെ ആയിട്ട് ശങ്കരാചാര്യർ അതിനും ഭാഷ്യം എഴുതിയിട്ടുണ്ട്. അതിലൊരു സ്ഥലത്ത് വായിച്ചത് എനിക്ക് ഓർമ്മ തോന്നുകയാണ്. പാണ്ഡിത്യ ബാല്യമൗനാഖ്യാനി സാധനാനി സാധയിതവ്യാനി. പാണ്ഡിത്യം, ബാല്യം, മൗനം, ഇത് 3 എണ്ണാണത്രേ സാധന. പാണ്ഡിത്യം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? നമ്മുടെ ശാസ്ത്രങ്ങൾ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ അന്തസ്സാരം, അവ നമ്മളെ ഉപദേശിക്കുന്നതായ ലക്ഷ്യം, മൂല്യം, നന്മകൾ, ഇതെന്തെല്ലാം ഉണ്ടോ അതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി അത് വായിച്ച് ആ വായിച്ചിട്ടുള്ള അറിവാണ് പാണ്ഡിത്യം. പിന്നെയോ ബാല്യം, ശിശു സഹജമായിരിക്കുന്ന മനസ്ഥിതി. ഒരു തരത്തിലുള്ള ഭള്ളുണ്ടാവരുത്, ഒരു തരത്തിലുള്ള കൽമഷം ഉണ്ടാവരുത്, ഒരു തരത്തിലുള്ള വഞ്ചനയും ഉണ്ടാവരുത്. നേരെ വാ നേരെ പോ, ഋജുത്വം, സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ് എന്ന് പറഞ്ഞതാണ് ഈ ബാല്യം. പിന്നെ മൗനമോ, അധികം താമസിക്കാതെ സംസാരം നിർത്തി ശരിയായിട്ടുള്ള മൗനം എന്താ? കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തുണ്ടാവും? ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നാൽ നിങ്ങൾ എന്ത് പറയും? സ്വാമിയുടെ പ്രവചനമൊക്കെ നിന്നു എന്ന് പറയും. അതുകൊണ്ട് എനിക്ക് കുറേ അധികം നേരം ഇരിക്കാൻ പറ്റില്ല. ഇതാണ് മൗനം. ആ മൗനം വായിലും വന്നു മനസ്സിലും വന്നു എന്നുണ്ടെങ്കിൽ അത് നിർവികൽപ്പ സമാധി, നിശ്ചല സമാധിയായി. അങ്ങനെ മൗനം എന്ന് പറഞ്ഞാൽ സമാധി പരിശീലിക്കുക, കുട്ടികളെപ്പോലെ ശിശു സദൃശമായി ജീവിക്കുക, ഒരു തരത്തിലുള്ള ഒളിവും വിളവും പാടില്ല. ശാസ്ത്രങ്ങൾ വായിച്ചോളുക, കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. ഇനി ഈ കർമ്മം എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. പഴയ കാലത്ത് എഴുതി വെച്ചതാണ്, പ്രചാരത്തിലില്ലെങ്കിലും ഇപ്പോഴും ഉണ്ടല്ലോ. ഋഗ്വേദത്തിലും യജുർവേദത്തിലും സാമവേദത്തിലും ഒക്കെ പറഞ്ഞിട്ടുള്ള യാഗങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നുണ്ടല്ലോ. എത്ര ആൾക്കാരാണ് അത് കാണാനും കേൾക്കാനും പോണത്? മാധ്യമങ്ങളിൽ നല്ല പ്രചാരവും കൊടുക്കണം. ഒരൊറ്റ എണ്ണവും ആരും ചെയ്യാത്തതാ. പക്ഷേ ഇതൊരു സംഭവമായി ചെയ്യുമ്പോൾ എല്ലാവരും ഇത് കാണാനേ പോകുന്നുള്ളൂ. എല്ലാവരും ഈ യാഗം ചെയ്യുന്നൊന്നുമില്ല. അതെന്താ? ആ യാഗത്തിന് ഒരു പ്രത്യേക സ്ഥാനവും മതിപ്പും നമ്മൾ കൽപ്പിച്ചു കൊടുക്കണം.
ഈ യാഗം എന്ന് പറഞ്ഞാൽ കർമ്മകാണ്ഡത്തിലുള്ള പരമാവധി അങ്ങേ അറ്റത്തുള്ള വിധിയാണ്. എല്ലാ യാഗങ്ങളിലും വെച്ച് മികച്ചതാണ് അശ്വമേധയാഗം. രാജാക്കന്മാരും ചക്രവർത്തിമാരും മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയധികം ചെലവും തയ്യാറെടുപ്പും വേണം. സാധാരണക്കാരുടെ കയ്യിലുള്ള പണം കൊണ്ടൊന്നും നടക്കില്ല. ഈ വേദങ്ങൾ നിയോഗിക്കുന്ന കർമ്മങ്ങളെല്ലാം ഒരു വിഘ്നവും കൂടാതെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമോ? അഗ്നിഹോത്രമാണ് അതിൻ്റെ തുടക്കം. ആ അഗ്നിഹോത്രത്തിൽ നിന്ന് തുടങ്ങി പലതും ഉണ്ട്. അപ്പം ആ കർമ്മകാണ്ഡത്തെ പറ്റി മുണ്ടകോപനിഷത്ത് പ്രതിപാദിക്കുന്നു ഒരു നിരൂപണം, ഒരു വിലയിരുത്തൽ. കേട്ടോളൂ എല്ലാവരും. തദേത സത്യം മന്ത്രേഷു കർമാണി കവയോ യാന്യപശ്യം സ്ഥാനി ത്രേതായാം ബഹുധാ സന്തതാനി താന്യാചരഥ നിയതം സത്യകാമാഃ ഏഷവഃ പന്ഥാഃ സുഹൃതസ്യ ലോകേ. എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ്, കൽക്കട്ടയിൽ സദേൺ മാർക്കറ്റിൻ്റെ അടുത്ത് ഒരു മുറിയിൽ ഒരു ചെയറിലിരുന്ന് ഇതുപോലെ ഒരു ടേബിളിൽ പുസ്തകം വെച്ച് ഞാനിങ്ങനെ വായിക്കുക. എങ്ങോട്ടാ തിരിഞ്ഞിരുന്നതെന്ന് അറിയില്ല, പടിഞ്ഞാട്ടാണോ എന്ന് അറിയില്ല. ഞാനിതങ്ങോട്ട് വായിച്ചു. എന്താ അതിൽ എഴുതിയിരിക്കണേ? തദേതത് സത്യം മന്ത്രേഷു കർമാണി കവയോ യാന്യപശ്യം സ്ഥാനി ത്രേതായാം ബഹുധാ സന്തതാനി. വളരെ അറിവുള്ളവർ, മഹാത്മാക്കൾ, മഹാജനങ്ങൾ, തത്വജ്ഞാനികൾ എഴുതി വെച്ചതോ പറഞ്ഞു വെച്ചതോ ആണ് നമ്മുടെ വേദങ്ങൾ മുഴുവനും. അവർ ഉപായപ്പെട്ടവരല്ല. സാധാരണ ജനങ്ങളുടെ മനസ്സ് എങ്ങനെ കാമക്രോധപൂരിതമോ അതേമാതിരി അവരുടെ മനസ്സ് കാമക്രോധവർജിതമാണ്. ഒരാളോടും ഇഷ്ടമോ അനിഷ്ടമോ ഇല്ല. മനസ്സതിൻ്റെ പരമമായ പവിത്രത ആ നിലയിൽ എത്തിക്കഴിഞ്ഞു. ആ നിലയിലെത്തുമ്പോൾ മനസ്സിൽ നിന്ന് പല ചിന്തകളും പല ആവിഷ്കാരങ്ങളും സംഭവിക്കും. അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രപഞ്ചത്തിൽ സാധാരണക്കാർ കുടുംബകാര്യങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഇവർ ലോകകാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക. വിശ്വം എവിടെ നിന്നുണ്ടായി, അതെവിടെയാണ് നിൽക്കുന്നത്, ആരുടെ മടിയില, ആരുടെ തലയില, അതെങ്ങനെയാണ് പരിസമാപിക്കുന്നത്, കാറ്റെങ്ങനെയുണ്ടായി, ആകാശം എങ്ങനെയുണ്ടായി, അഗ്നി എവിടുന്ന് വന്നു, വെള്ളമോ മണ്ണോ, ഇതിൻ്റെയൊക്കെ ഉദ്ഭവം എവിടെയാ, എപ്പോഴാണ് ജീവജാലങ്ങൾ അങ്കുരിച്ചത്, അത് കരയിലോ അതോ വെള്ളത്തിലോ, ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ ഒരു ബുദ്ധിയുണ്ടല്ലോ, ആ ബുദ്ധിക്ക് എന്ത് കാര്യം വേണമെങ്കിൽ അന്വേഷണാർത്ഥം തിരഞ്ഞെടുക്കാം. ബുദ്ധിയുടെ ജന്മാവകാശമാണ് അറിയുക, ഉണരുക, അറിയുക, ഉണരുക, അന്വേഷിക്കുക, തിരയുക. തിരഞ്ഞ് തിരഞ്ഞ് ചികഞ്ഞ് ചികഞ്ഞ് ചെന്ന് കണ്ണുകൊണ്ടും കാതുകൊണ്ടും കാണാനും കേൾക്കാനും പറ്റാത്തത് മുഴുവനും ബുദ്ധിയുടെ ആ കസറത്ത് കൊണ്ട് കണ്ടുപിടിക്കണം. അതിനുള്ള ശക്തി, സൂക്ഷ്മത ബുദ്ധിക്കുണ്ട്. മനുഷ്യബുദ്ധിയെപ്പോലെ ഒരു സൃഷ്ടിവിശേഷം ലോകത്തിലില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കൃഷ്ണൻ തന്നെ പറഞ്ഞത് മാതിരി ഒരു കാലിൽ നിന്ന് തുടങ്ങി അനവധി കാലുള്ള ജീവജാലങ്ങളെ ഞാൻ സൃഷ്ടിച്ചു, കാലില്ലാത്തതിനെയും സൃഷ്ടിച്ചു, എനിക്ക് തൃപ്തിയായില്ല. എന്നാൽ നട്ടെല്ല് നിവർന്നു നിൽക്കുന്ന ഇരുകാലൻ മനുഷ്യനുണ്ടല്ലോ, അവനെ സൃഷ്ടിച്ചപ്പോഴേ എനിക്ക് സന്തോഷമായുള്ളൂ. എന്താ കാരണം? അവൻ ആ ബുദ്ധി ഉപയോഗിച്ച് പുറം ലോകം കാണുന്നത് പോലെ അകം ലോകവും കാണാൻ സാധിക്കും. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ബാക്കി എല്ലാവർക്കും പുറം ലോകേ കാണാൻ പറ്റുള്ളൂ. വാനരൻ നമ്മളെക്കാളും സമർത്ഥമായിട്ട് മരം ചാടും. 4 കാലം അയാൾക്കും ഉണ്ട്. 4 കാലിലും നടക്കുന്നുണ്ട്, 2 കാലിലും നടക്കും. പക്ഷെ നമുക്ക് മാത്രമാണ് 2 കാലിലുള്ള നടത്തം. അത് മാത്രമല്ല, നട്ടെല്ല് ഭൂമിക്ക് സമാന്തരമല്ല, പെർപെൻഡിക്കുലറായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ശീർഷം എന്ന് പറഞ്ഞ തല, അത് ഉത്തമാംഗമാണ്. പുരികത്തിനും കൂടി മുകളിലാണ് എല്ലാറ്റിൻ്റെയും ഇരിപ്പ്. സർവ്വ അംഗങ്ങളെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ ബുദ്ധിയാണ്. അങ്ങനെ വിശേഷപ്പെട്ട ഒരു ബുദ്ധിയുണ്ട് നമുക്ക്. ആ ബുദ്ധിക്ക് എന്താ വിശേഷം? പുറം വസ്തുക്കളെ കാണിച്ചു തരുന്നത് ഇന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് മനസ്സും ബുദ്ധിയും. ആ മനസ്സിനും ബുദ്ധിക്കും ഇന്ദ്രിയഭാഗങ്ങളെ മാറ്റി നിർത്തി സ്വന്തമായി ചിന്തിച്ച് ഗവേഷണം ചെയ്ത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ വിശേഷപ്പെട്ട അലൗകികം, ദ്രവ്യാതീതമായിരിക്കുന്ന സാന്നിധ്യമെന്തോ അതിനെ മനസ്സിലാക്കി ഉണർന്ന് അനുഭവിച്ച് ഉപലബ്ധി രൂപത്തിൽ ഗ്രഹിക്കാൻ സാധിക്കും. ഇതാണ് മനുഷ്യജന്മത്തിനുള്ള വിശേഷം. നിങ്ങൾ എത്ര സ്വർണം കൊണ്ട് കോട്ട കെട്ടിക്കോളൂ, ഒരു വിലയില്ല അതിന്. ഇൻഡസ്ട്രിയൽ എംപയർ എത്ര വേണമെങ്കിൽ ഉണ്ടായിക്കോളൂ. എടോ, താൻ മനുഷ്യനാണോ? അതെ, മനുഷ്യനാണെങ്കിൽ അറിയേണ്ടതും ഗ്രഹിക്കേണ്ടതും ഉള്ളിലാണ്. പിടിച്ചടക്കേണ്ടത് ആത്മസാമ്രാജ്യമാണ്, ലോകസാമ്രാജ്യമല്ല.
ഐന്ദ്രിയ സാമ്രാജ്യമല്ല. ചെറിയ 2 കണ്ണ് വെച്ചുകൊണ്ട് അനന്ത ദൂരം വരെ കാണിച്ചു തരുന്നതാണ് നമ്മുടെ കണ്ണ്. ആ അനന്ത ദൂരവും അസംഖ്യം വസ്തുക്കളെയും കാണാൻ വെറും ചെറിയ 2 കണ്ണാണ്. ആ കണ്ണ് കാണാൻ ഉപയോഗിക്കുന്നു, ടോർച്ച് ലൈറ്റ് അടിച്ച് നമ്മൾ പോകുന്ന മാതിരി. പക്ഷെ ആ കണ്ണുകൊണ്ട് കണ്ടത് മുഴുവൻ പതിച്ച് അതേ ദൂരത്തിൽ, അതേ വിസ്താരത്തിൽ, അതേ സംഖ്യയിൽ ഉള്ളിൽ പതിപ്പിച്ച് ആ പതിപ്പുകളെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പം നമ്മുടെ ഉള്ളിൽ വിസ്താരം എത്ര ഉണ്ടാവണം, ഉയരം എത്ര ഉണ്ടാവണം, ആഴം എത്ര ഉണ്ടാവണം? സമുദ്രത്തിനോ ആകാശത്തിനോ ആണോ ആഴം കൂടുതൽ? അതോ ഇത് രണ്ടിനെയും പ്രതിഫലിപ്പിച്ച് അനുഭവ രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കി തീർക്കുന്ന മനസ്സിനും ഉൾചേതനയ്ക്കുമോ ഗാഠത കൂടുതൽ? ഒന്ന് ആലോചിച്ച് പറയൂപ്പാ, ആലോചിച്ച് പറയൂ. വെറുതെ വിട്ടുകളയരുത്. ഞാൻ പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. എത്ര കൊമ്പന്മാരും വമ്പന്മാരും ഭൂമാനന്ദ സ്വാമിജി ഈ പറയണത് അങ്ങോട്ട് കേട്ടാൽ തല താഴ്ത്തി സ്വീകരിക്കാതെ ഒരു നിവൃത്തിയില്ല. എൻ്റെ ഒരൊറ്റ ചോദ്യം എന്താ? നിങ്ങളുടെ ഉള്ളോ വലിപ്പം കൂടുതൽ, അതോ ആ ഉള്ളു കാണിച്ച് കണ്ണിലൂടെ കാണിച്ചു തരുന്ന പുറം പരപ്പോന്നാ ചോദിക്കുന്നത്. ഇതുവരെ ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല നമ്മുടെ ഉള്ളു ചെറുപ്പാണ് പുറം വലിപ്പാണെന്ന് പറയുന്ന ഒരാളെ. ആദ്യം പറയാൻ പുറപ്പെടും, പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവർ തട്ടുമാറി. മനുഷ്യജന്മത്തിനുള്ള വിശേഷം അതാണ്, വിശേഷം അതാണ്. അത് നല്ല പോലെ മനസ്സിലാക്കണം, നല്ല പോലെ നമ്മളത് മനസ്സിലാക്കണം. ഞാനിത് അവിടെ ഇരുന്നിങ്ങനെ വായിക്കുക. എന്താ വായിക്കണേ? തദേതത് സത്യം മന്ത്രേഷു കർമാണി കവയോ യാന്യപശ്യം സ്ഥാനി ത്രേതായാം ബഹുധാ സന്തതാനി. കവയവ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ക്രാന്തദർശികളാ. ബാക്കിയുള്ളവരെ പോലെ നിസ്സാര കാര്യങ്ങളെക്കുറിച്ച് ഇരിക്കുന്നവരല്ല. എനിക്കൊരു മകനുണ്ടായി, ഒരു മകളുണ്ടായി, എന്തു വേണം? പ്രായമായി, കല്യാണം കഴിച്ചു കൊടുക്കണം, ജാതകം നോക്കണു, ഒക്കെ അഡ്വർടൈസ് ചെയ്തിട്ടുണ്ട്. അതാണ് വലിയ വിചാരം. പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്തു, അത് കഴിഞ്ഞാലോ അവൾ ഗർഭം ധരിച്ചു, ഇതാ പ്രസവം നടത്തണം. ഇതാണ് പിന്നത്തെ ആലോചന. ഇത് ലോകത്തിലെ എല്ലാവരും ചെയ്യണതാണല്ലോ. അവനവൻ്റെ കുടുംബങ്ങൾ, കുടുംബാംഗങ്ങൾ, അവർക്കുണ്ടാവുന്ന കുട്ടികൾ, അങ്ങനെ കുടുംബീയരായത് ആ കുടുംബം തന്നെ, അത് മാത്രമേ ഉള്ളൂ നമുക്ക്, വേറെ ഒന്നുമില്ല. എന്നാൽ ഈ ക്രാന്തദർശികൾ അങ്ങനെയല്ല. നമ്മുടെ കുടുംബം ഏതാ? ഭൂമിയാണ് കുടുംബം, ഭൂതലമാണ് നമ്മുടെ വീട്. ആ വസുധൈവ കുടുംബകം, അതിലുള്ളവർ മുഴുവൻ നമ്മുടെ കുടുംബാംഗങ്ങളാണ്. അവരെല്ലാവരും നന്നായിരിക്കുന്നുണ്ടോ? അവർ നന്നായിരിക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പണം കൊണ്ടുവേണോ സഹായിക്കാൻ, അതോ പണമല്ലാതെ വല്ല വിഭവമുണ്ടോ കൊടുക്കാൻ? പണമാണോ സാധാരണക്കാർക്കുള്ള ശരിയായ വിഭവം, അതോ പണമല്ലാത്ത വല്ല വിഭവമുണ്ടോ? അവിടെയാണ് ഞാൻ പറയുന്നത് ആന്തരവിഭവം, ഇന്നർ റിസോഴ്സസ്. ജംഷഡ്പൂർ ചെന്നപ്പോൾ ഈ കോർപ്പറേറ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി ഞങ്ങൾ ഒരു ദിവസത്തെ ഒരു വർക്ക്ഷോപ്പ് നടത്തി. ബാക്കി ജ്ഞാനയജ്ഞങ്ങളും ഭാഗങ്ങളും ഒക്കെ സത്സംഗങ്ങൾ നടത്തുന്നതിന് പുറമെ കോർപ്പറേറ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി ഒരു വർക്ക്ഷോപ്പ് നടത്തി. 25, 45 വയസ്സിന് മധ്യത്തിലുള്ളവരാണ്. അതിൽ 3-4 ആളൊഴികെ ഒക്കെ 35 വയസ്സിന് താഴത്തുള്ളവരായിരുന്നു. അവരെല്ലാവരും നല്ല എഞ്ചിനീയർമാരാണ്, ഉദ്യോഗസ്ഥന്മാർ, ഡിപ്പാർട്ട്മെൻ്റൽ ഹെഡ്സ് ഒക്കെ കൂടി വന്നു. 85 ആൾ അപ്ലൈ ചെയ്തു. തിങ്കളാഴ്ചയായിരുന്നു. അപ്പോൾ അവരവരുടെ ഉദ്യോഗ കേന്ദ്രങ്ങളിൽ നിന്ന് സമ്മതത്തോടു കൂടി പറഞ്ഞയച്ചിരിക്കുകയാണ്, നിങ്ങൾ ഈ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞ്. 35 പേരെ തിരഞ്ഞെടുത്ത് കാലത്ത് 9 മണി മുതൽ 5:30 മണി വരെയായിരുന്നു അവിടെ അവർക്ക് വേണ്ട ട്രെയിനിങ്ങോ പരിശീലനമോ ഒക്കെ കൊടുത്തത്. അതിലാദ്യമായിട്ട് ഞാൻ സംസാരിച്ചു. എൻ്റെ സംസാര വിഷയം എന്താണെന്നറിയോ? ടാപ്പിംഗ് ദ ഇന്നർ റിസോഴ്സസ്, ഗെയിനിങ് പേഴ്സണൽ മാസ്റ്ററി. ഇതിനെ പറ്റിയിട്ടാണ് സംസാരിച്ചത്. എന്താ അതിനർത്ഥം? ഉൾവിഭവങ്ങളെ വേണ്ടതുപോലെ മനസ്സിലാക്കി വിനിയോഗിക്കുക. എങ്ങനെയാണത്? എന്താ ഈ ഉൾവിഭവം? നമ്മുടെ മനസ്സിലും ബുദ്ധിയിലുമുള്ള വിഭവങ്ങളാണ് ഉൾവിഭവം. ആ ഉൾവിഭവങ്ങളെ വേണ്ടതുപോലെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്ര കഴിവും സാമർഥ്യവും കർമ്മകുശലതയും ഉണ്ടാക്കാൻ വേണ്ടി വിനിയോഗിക്കുന്നത് എങ്ങനെ എന്നാണ് സംസാര വിഷയം. എന്നിട്ടോ തനിക്ക് വ്യക്തിയമായി ഒരു മാസ്റ്ററി വേണം. എന്താ ഈ മാസ്റ്ററി? സ്വയം പ്രഭുവായി തീരണം. ഈ ലോകത്തിൽ ഒരിക്കലും നമുക്ക് പരാജയം വരരുത്. എന്തു തന്നെ സംഭവങ്ങൾ ഉണ്ടായാലും, ആശാവഹമോ നിരാശാജനകമോ എന്തു തന്നെ ഉണ്ടായാലും, അതെല്ലാറ്റിനെയും സമീകരിച്ചെടുത്ത് ആത്മസാത്കരിച്ച് അതിൽ നിന്നൊരു ധന്യത കടഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കണം. തോറ്റു എന്നൊരിക്കലും നിങ്ങൾ പറയരുത്. ഞാൻ ജയിച്ചു, പിന്നെയും ജയിച്ചു, പിന്നെയും ജയിച്ചു, വിജയമായി, വിജയമായി, അങ്ങനെ അങ്ങോട്ട് മേപ്പെട്ടു പോകണം.
അങ്ങനെ ഉള്ളുകൊണ്ട് കൂടുതൽ കൂടുതൽ ധന്യവത്താകാനുള്ള ഒരു വിശേഷ ബുദ്ധി. ഇതായിരുന്നു സംസാര വിഷയം. എന്തിനാ ഞാനിത് പറഞ്ഞത്? ഉൾവിഭവം അത് വളരെ പ്രധാനമാണ്, വളരെ പ്രധാനമാണ്. ആ ഉൾവിഭവത്തിലേക്ക് നയിക്കുന്നതാണ് നമ്മുടെ ശാസ്ത്രങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും മുഴുവനും. അപ്പം മുണ്ടകോപനിഷത്ത് ഇതാ പറയാണ്, തദേതത് സത്യം മന്ത്രേഷു കർമാണി കവയോ യാന്യപശ്യംസ്ഥാനി ത്രേതായാം ബഹുധാ സന്തതാനി. നമ്മുടെ ക്രാന്തദർശികളായിരിക്കുന്ന മഹർഷികൾ എന്തെല്ലാം വേദരൂപത്തിൽ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ടോ, പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടോ, അതെല്ലാം തന്നെ സത്യമാണ്. ആ മന്ത്രത്തിലെ പാഴ് പതിര് എന്ന് പറയാനൊന്നുമില്ല. ഞാൻ ഇതങ്ങോട്ട് കേട്ടപ്പോഴേ വേദത്തിൽ പറഞ്ഞത് മുഴുവൻ ശരിയാണെന്നല്ലേ പറയണത്. യാന്യപശ്യം സ്ഥാനി ത്രേതായാം ബഹുധാ സന്തതാനി. ഋക്ക്, യജുസ്, സാമം എന്ന് പറയുന്ന 3 വേദങ്ങളിൽ അവയെ വേണ്ടതുപോലെ പ്രതിപാദിച്ചിട്ടുണ്ട് വിസ്തൃത രൂപത്തിൽ. താന്യാചരഥ നിയതം സത്യകാമ. സത്യം അഭിലഷിക്കുന്ന നിങ്ങളെല്ലാവരും അവയെ വേണ്ടതുപോലെ ആചാര അനുഷ്ഠാനമാക്കി കണക്കാക്കി വേണ്ടതുപോലെ അനുധാവനം ചെയ്യൂ, കൊണ്ടു നടക്കൂന്ന്. ഏഷവഃ പന്ഥാഃ സുഹൃതസ്യ ലോകേ. ഇതാണ് സുഹൃത ലോകത്തിൽ നിങ്ങൾക്കുള്ള ശരിയായ വഴിയെന്ന്. ഇതങ്ങോട്ട് കേട്ടപ്പോഴേ എനിക്കൊരു ഞെട്ടൽ പോലെ തോന്നി. ഞാൻ കൽക്കട്ടയ്ക്ക് പോയത് എന്തിനാ? ഉദ്യോഗം ഭരിക്കാൻ, എന്നിട്ടോ കുറച്ച് കാശുണ്ടാക്കാൻ, കുടുംബത്തേക്ക് അയച്ചു കൊടുക്കാൻ. അതിനാണല്ലോ പോയത്. ഉദ്യോഗത്തിന് പോയത് കുറച്ച് പൈസ സമ്പാദിക്കണം. ഇനി അതിൽ വല്ല ഉദ്യോഗത്തിൽ കയറ്റമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവണം, അതിനു വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ മുണ്ടകോപനിഷത്ത് പറയുന്നത് എന്താ? ക്രാന്തദർശികളായിരിക്കുന്ന മഹർഷികൾ എന്തെല്ലാം മന്ത്രങ്ങളും അനുഷ്ഠാനങ്ങളും ഋക്ക്, സാമം, യജുസ് എന്ന് പറയുന്ന 3 വേദങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ടോ നിഷ്കർഷിച്ച് അവയെ വേണ്ടതുപോലെ ആചരിക്കൂ. അപ്പം നമ്മളിപ്പോൾ എവിടെ കിടക്കണു? ശാസ്ത്രം എവിടെ കിടക്കണു എന്നായി ഒരു ഞെട്ടലില്ലാതെ ഇരിക്കും. ഞാനവിടെ പോയത് ഉദ്യോഗാർത്ഥമാണ്, ഉദ്യോഗം ചെയ്യുന്നുമുണ്ട്. എന്നാൽ ഈ വൈദിക ജീവിതം നയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സന്ധ്യാവന്ദനം കഴിക്കും, ഗായത്രി ജപിക്കും, ഇങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളേ ഉള്ളൂ. അത് എത്ര നേരം പിടിക്കും? ഒരു ദിവസം പരമാവധി ഒരു 3/4 മണിക്കൂറോ 1 മണിക്കൂറോ. ബാക്കി ഉറങ്ങുന്ന സമയം കഴിച്ച് 24-ൽ 1 പോയി 7 പോയി 8 16 മണിക്കൂറും ഈ ലൗകിക വൃത്തിയാണ്. എന്നാൽ ഇവിടെ പറയണതോ, നിങ്ങൾ സത്യകാമന്മാരാണെങ്കിൽ ഈ വേദാധ്യയനം നടത്തി വേദകർമ്മങ്ങളെല്ലാം ഒരു പഴുതുമില്ലാതെ അനുഷ്ഠിക്കണം എന്നാ പറഞ്ഞത്. അപ്പോ ഇതെന്താ അന്തരാപ്പാത്? അപ്പം നമുക്കൊന്നും ലോകത്തിൽ ഒരു സ്ഥാനവും ഇല്ല, നമ്മളതൊന്നും ചെയ്യണില്ലല്ലോ. ആകെ മൊത്തം ഒരു പരുങ്ങല്ലായി എനിക്ക്. അപ്പം ക്ഷമയില്ല, അക്ഷമമായിട്ട് പിന്നെ വായിച്ചു മുന്നേറുക. അങ്ങനെ മുന്നേറി പോകുമ്പോൾ അതേ മുണ്ടകോപനിഷത്ത് പറയണത് എന്താണെന്നറിയോ? യസ്യാഗ്നിഹോത്രം അദർശം അപൗർണമാസം അജാതുർമാസ്യം അനാഗ്രയണം അതിഥിവർജിതം ച അഹുതം അവൈശ്വദേവം അവിധിനാഹുതം ആ സപ്തമാംസ്തസ്യ ലോകാൻ ഹിനസ്തി.